എല്ലാവർക്കും സ്വാഗതം. നിയമങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കും? പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലെ ഒരു ഫെഡറൽ രാജ്യത്ത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമമുണ്ടാക്കാൻ അധികാരമുള്ളപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ നിയമസംവിധാനം എങ്ങനെയാണ് ഒരു പരിഹാരം കണ്ടെത്തുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ കോടതികൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തത്വത്തെക്കുറിച്ചാണ്, ഡോക്ട്രിൻ ഓഫ് പിത്ത് ആൻഡ് സബ്സ്റ്റൻസ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ വിഷയം മനസ്സിലാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം നിയമങ്ങൾ തമ്മിൽ കൂടിക്കലരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നമെന്ന് നമ്മൾ പരിശോധിക്കും. അതിനുശേഷം എന്താണ് ഈ പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന തത്വം, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിലേക്ക് കടക്കും. ഒരു പ്രധാനപ്പെട്ട കേസ് പഠിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. അവസാനം എന്തിനാണ് ഒരു നിയമത്തിന്റെ കാതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സംസാരിച്ച് നമ്മൾ അവസാനിപ്പിക്കും. നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇന്ത്യ, കാനഡ പോലുള്ള ഫെഡറൽ രാജ്യങ്ങളിലെ ഒരു പ്രധാന വെല്ലുവിളിയാണിത്. ഇവിടെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും അവരവരുടേതായ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുണ്ട്. സ്വാഭാവികമായും ഇത് ചിലപ്പോഴൊക്കെ ഒരു സംഘർഷത്തിലേക്ക് നയിച്ചേക്കാം. ഇതാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രധാന ചോദ്യം. ഒരു സംസ്ഥാന സർക്കാർ ഒരു നിയമമുണ്ടാക്കുന്നു, പക്ഷേ അതറിയാതെയെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അധികാരപരിധിയിലേക്കൊന്ന് കടന്നു കയറുന്നു. അങ്ങനെയൊരു സാഹചര്യത്തിൽ ആ നിയമം അസാധുവാകുമോ? ഈയൊരു സങ്കീർണമായ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഡോക്ട്രിൻ ഓഫ് പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് നമുക്ക് തരുന്നത്. നമ്മുടെ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ നോക്കിയാൽ ഈ അധികാര വിഭജനം വളരെ വ്യക്തമായി കാണാം. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3ആയി തിരിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങളിൽ കേന്ദ്രത്തിനും സ്റ്റേറ്റ് ലിസ്റ്റിൽ സംസ്ഥാനങ്ങൾക്കും നിയമം നിർമ്മിക്കാം. കൺകറന്റ് ലിസ്റ്റിൽ 2 പേർക്കും നിയമം നിർമ്മിക്കാം. തിയറിയിൽ ഇത് വളരെ ലളിതമാണ്, പക്ഷേ പ്രായോഗികമായി കാര്യങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ ഈ അധികാരപരിധി സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കാൻ കോടതികൾ ഉപയോഗിക്കുന്നൊരു സൂത്രവാക്യമാണ്, അല്ലെങ്കിൽ ഒരു നിയമപരമായ തത്വമാണ് ഡോക്ട്രിൻ ഓഫ് പിത്ത് ആൻഡ് സബ്സ്റ്റൻസ്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു നിയമം യഥാർത്ഥത്തിൽ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് പരിശോധിക്കുന്ന ഒരു രീതിയാണിത്. അതിന്റെ കാതൽ, അതായത് അതിന്റെ പ്രധാന ലക്ഷ്യം, നിയമമുണ്ടാക്കിയ സർക്കാരിന്റെ അധികാരപരിധിയിൽ വരുന്നതാണെങ്കിൽ മറ്റ് അധികാരപരിധിയിലേക്ക് അറിയാതെ ചെറിയൊരു കടന്നുകയറ്റമുണ്ടായാലും ആ നിയമം നിലനിൽക്കും. ഈ പേരിൽ തന്നെയുണ്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും. പിത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന്റെ സത്ത, അതിന്റെ യഥാർത്ഥ സ്വഭാവം. സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാലോ അതിന്റെ കാതലായ ഭാഗം. അതായത് കോടതി ഒരു നിയമത്തിന്റെ പുറംചട്ടയോ വാക്കുകളോ അല്ല നോക്കുന്നത്, മറിച്ച് അതിന്റെ ഉള്ളടക്കത്തിന്റെ കാതൽ എന്താണ്, അതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നാണ് പരിശോധിക്കുന്നത്. ശരി, അപ്പോൾ കോടതികൾ ഇതെങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എന്ന് നോക്കിയാലോ. ഇതിന് വ്യക്തമായ ചില ഘട്ടങ്ങളുണ്ട്. കോടതി ആദ്യം ചെയ്യുന്നത് ആ നിയമത്തെ മൊത്തത്തിലൊന്ന് പരിശോധിക്കും. എന്നിട്ട് അതിന്റെ പ്രധാന ലക്ഷ്യം, അതായത് യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയും. അതിനുശേഷമാണ് അവസാനത്തെ നിർണായകമായ ചോദ്യം: മറ്റൊരാളുടെ അധികാരപരിധിയിലേക്ക് നിയമം കടന്നുകയറുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് കാര്യമായ കടന്നുകയറ്റമാണോ, അതോ ആകസ്മികമായി സംഭവിച്ച നിസ്സാരമായ ഒന്നാണോ? ഈ വിശകലനത്തിന് ശേഷമാണ് നിയമം നിലനിൽക്കുമോ ഇല്ലയോ എന്ന് കോടതി തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നിർണായകമായ കാര്യം എന്താണെന്ന് വച്ചാൽ, ഈ തത്വം നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ എളുപ്പത്തിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നുവെന്നതാണ്. എല്ലാ നിയമങ്ങളും 100% പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. ആകസ്മികമായി സംഭവിക്കുന്ന ചെറിയ കടന്നുകയറ്റങ്ങളുടെ പേരിൽ നല്ല നിയമങ്ങൾ അസാധുവാകുന്നത് തടയുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. മനഃപൂർവ്വം അധികാരപരിധി മറികടക്കാൻ ശ്രമിക്കുന്ന നിയമങ്ങളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന കളറബിൾ ലെജിസ്ലേഷൻ എന്ന തത്വത്തിൽ നിന്നും ഇത് വളരെ വ്യത്യസ്തമാണ്. പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് ആകസ്മികമായ കടന്നുകയറ്റങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വെറുതെ തിയറി പറഞ്ഞിരുന്നാലേ ചിലപ്പം കാര്യങ്ങൾ വ്യക്തമാവില്ല. അപ്പോൾ ഈ തത്വം കോടതി എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചരിത്രപ്രധാനമായൊരു കേസ് തന്നെ നോക്കാം. ഇതൊരു പഴയ കേസാണ്. 1947 പ്രിവി കൗൺസിലിന് മുന്നിൽ വന്നതെന്നാണ്. പ്രഫുല്ല കുമാർ മുഖർജി വേഴ്സസ് ബാങ്ക് ഓഫ് കൊമേഴ്സ്. ബംഗാൾ സർക്കാർ കൊണ്ടുവന്ന പണം പലിശയ്ക്ക് കൊടുക്കുന്നത് നിയന്ത്രിക്കുന്ന ഒരു നിയമമായിരുന്നു ഇവിടുത്തെ വിഷയം. അപ്പോൾ പ്രശ്നം ഇതായിരുന്നു: ബംഗാൾ സർക്കാർ പാസാക്കിയ നിയമം സംസ്ഥാനത്തിന്റെ അധികാരപരിധിയിലുള്ള പണം കടം കൊടുക്കൽ എന്ന വിഷയത്തെക്കുറിച്ചാണ്. പക്ഷേ ഈ നിയമത്തിലെ വ്യവസ്ഥകൾ കേന്ദ്രത്തിന്റെ അധികാരപരിധിയിലുള്ള പ്രോമിസറി നോട്ടുകളെയും ബാധിച്ചു. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ നിയമം യഥാർത്ഥത്തിൽ ആരുടെ അധികാരപരിധിയിലാണ് വരുന്നത്? ഇത് അസാധുവാകുമോ? അപ്പോൾ കോടതി എന്താണ് ചെയ്തതെന്നോ? അവർ നിയമത്തിന്റെ പുറംചട്ടയല്ല, ഉള്ളിലേക്കാണ് നോക്കിയത്. നിയമത്തിന്റെ പിത്തും സബ്സ്റ്റാൻസും, അതായത് അതിന്റെ കാതൽ, പണം കടം കൊടുക്കൽ നിയന്ത്രിക്കുക എന്നതാണ്. അത് സംസ്ഥാനത്തിന്റെ അധികാരപരിധിയിലുള്ള വിഷയമാണ്. പ്രോമിസറി നോട്ടുകളെ അത് ബാധിച്ചത് ആകസ്മികമായി സംഭവിച്ചൊരു കാര്യമാണ്. അതിനാൽ ആ ചെറിയ കടന്നുകയറ്റത്തിന്റെ പേരിൽ നിയമം അസാധുവാക്കാൻ പറ്റില്ലെന്ന് കോടതി വിധിച്ചു. നമ്മുടെ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ നമുക്കൊരു നിമിഷം ചിന്തിക്കാം, എന്തുകൊണ്ടാണ് ഈയൊരു തത്വം ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത്?
ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നത്തെ കാലത്ത് ഒരു നിയമം ഒരു വിഷയത്തെ മാത്രം സ്പർശിക്കുന്നത് വളരെ കുറവാണ്, അല്ലേ? ഒരു നിയമം പല മേഖലകളെ ഒരേ സമയം ബാധിച്ചേക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ഓരോ ചെറിയ കടന്നുകയറ്റത്തിന്റെ പേരിലും നിയമങ്ങൾ അസാധുവാക്കാൻ തുടങ്ങിയാൽ നിയമനിർമ്മാണം തന്നെ ഒരു പ്രതിസന്ധിയിലാവും. ആ ഒരു സ്തംഭനാവസ്ഥ ഒഴിവാക്കാൻ ഈ തത്വം സഹായിക്കുന്നു. അപ്പോ ഇതാണ് ഈ മുഴുവൻ ആശയത്തിന്റെയും കാതൽ. ഒരു നിയമം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ ചെറിയ പിഴവുകളോ അല്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്ന നിഴലുകളോ അല്ല, മറിച്ച് അതിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യവും അതിന്റെ ഹൃദയവുമാണ്. പക്ഷേ എപ്പോഴും കാര്യങ്ങൾ ഇത്ര ലളിതമാണോ? മറ്റൊരു സുപ്രധാന കേസിൽ ഈ തത്വം പ്രയോഗിക്കുന്നത് വലിയൊരു വെല്ലുവിളിയായി മാറി. ബോംബെയിലെ മദ്യനിരോധന നിയമം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഈ തത്വം വീണ്ടും വലിയൊരു ചർച്ചാവിഷയമായി. ഒരു സംസ്ഥാനം മദ്യം നിരോധിക്കുമ്പോൾ അത് കേന്ദ്രത്തിന്റെ അധികാരപരിധിയിലുള്ള വിദേശ മദ്യ ഇറക്കുമതിയെ ബാധിക്കില്ലേ? അതൊരു ചെറിയ കടന്നുകയറ്റമാണോ അതോ വലിയൊരെണ്ണമാണോ? ഈ സങ്കീർണമായ ചോദ്യത്തിന് ഉത്തരം നൽകിയ FN ബൽസാര കേസിനെക്കുറിച്ച് നമ്മൾ അടുത്ത തവണ വിശദമായി ചർച്ച ചെയ്യും. നന്ദി.